गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिवसमारम्भां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ओम നമ്മൾ പ്രതിമാസം ഒത്തുചേരുക എന്നുള്ളത് 2 പ്രാവശ്യം മുടങ്ങി. മെയ്യിലും ജൂണിലും നാരദീയ ഭക്തി സൂത്രങ്ങളിൽ 50 സൂത്രങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ പരാഭക്തിയെക്കുറിച്ച്, അങ്ങനെയുള്ള പരാഭക്തിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച്, എങ്ങനെയാണ് ശുദ്ധമായ ഭക്തി ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച്, അതിൻ്റെ സ്വരൂപത്തെയും മാർഗത്തെയും കുറിച്ചൊക്കെ പല ദിശകളിലൂടെ ചിന്തിച്ചു. സാമാന്യം വിസ്തൃതമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ അവസാനം നമ്മൾ പഠിച്ചത് ആരാണ് അജ്ഞാനത്തെ, അവിദ്യയെ തരണം ചെയ്യുന്നത് എന്ന ചോദ്യം. അതിന് ഉത്തരം പറഞ്ഞു, യാതൊരാൾ സംഘങ്ങളെ അതിക്രമിക്കുന്നുവോ, യാതൊരാൾ മഹാത്മാവിനെ സേവിക്കുന്നുവോ, അതിലൂടെ നിർമ്മമനാകുന്നുവോ, മമത്വത്തെ ജയിക്കുന്നുവോ, യാതൊരാൾ ഏകാന്ത ദേശത്തെ സേവിക്കുന്നുവോ, ലോകബന്ധത്തെ വേരോടുകൂടെ പിഴുതെടുക്കുന്നുവോ, അങ്ങനെ 3 ഗുണങ്ങൾക്കുപരി എത്തുന്നുവോ, യോഗക്ഷേമങ്ങളെ, അതായത് എനിക്കത് വേണം ഇത് വേണം എന്ന് സമ്പാദിക്കാനുള്ള ആഗ്രഹവും സമ്പാദിച്ചതിനെ രക്ഷിക്കാനുള്ള ആഗ്രഹവും, ഇവയെ രണ്ടിനെയും ആര് ജയിക്കുന്നുവോ, കർമ്മഫലത്തെയും കർമ്മങ്ങളെയും തന്നെ ആര് സന്യസിക്കുന്നുവോ, അങ്ങനെ ദ്വന്ദ്വങ്ങളെ അതിക്രമിക്കുന്ന ആള്, ആര് വേദങ്ങളെ തന്നെ ഉപേക്ഷിക്കുന്നുവോ, കേവലമായ അനുരാഗം, ഈശ്വര അനുരാഗം നേടുന്നുവോ, അയാൾ മായയെ, അവിദ്യയെ, അജ്ഞാനത്തെ തരണം ചെയ്യുന്നു. അവിടെ ഉറപ്പിച്ച് പറയാൻ വേണ്ടി ആവർത്തിച്ചു, സതരതി സതരതി സലോകാം സ്ഥാരയതി, അയാൾ ലോകങ്ങളെ തരണം ചെയ്യിപ്പിക്കുന്നു. ഇത്രയും ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. തുടർന്നാണ് ഇന്ന് അല്പം ശ്രദ്ധിക്കുന്നത് 51-ാമത്തെ സൂത്രം. അതും 51, 52 നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. 51-ാമത്തെ സൂത്രം അനിർവചനീയം പ്രേമസ്വരൂപം. 52-ാമത്തെ സൂത്രം മൂകാസ്വാദനവത്. അപ്പൊ ഇവിടെ പലപ്പോഴായിട്ട് ഭക്തിയുടെ ലക്ഷണങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരംഭത്തിൽ തന്നെ ഭക്തി നിർവചിക്കപ്പെട്ടത് ഈശ്വരനിലുള്ള പരമ പ്രേമം എന്ന നിലയ്ക്കാണ്. സാ ത്വസ്മിൻ പരമ പ്രേമരൂപ. ഭക്തി ഈ ഈശ്വരനിലുള്ള പരമ പ്രേമമാണ്. എന്താണ് ആ പ്രേമത്തിന്റെ ഭാവം, എങ്ങനെയാണത് ഭക്തിയായി തീരുന്നത്, അതൊക്കെ വിസ്തരിച്ചെങ്കിൽ അടിസ്ഥാന സൂത്രം ഇതാണ്: സാ ത്വസ്മിൻ പരമ പ്രേമരൂപ. അവൾ, ഭക്തി, തു ആകട്ടെ,
അസ്മിൻ ഇവനിലുള്ള പരമപ്രേമമാണ്. അത് നമ്മൾ വിശദമായി ചിന്തിച്ചതാണ്. ഈശ്വരോന്മുഖമായ പ്രേമമാണ് ഭക്തി. എന്താണ് പ്രേമം അഥവാ എന്താണ് ഭക്തി? നമ്മൾ സാധാരണ പ്രേമം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അമ്മയ്ക്ക് കുഞ്ഞിനോട് പ്രേമം, കുഞ്ഞിന് അമ്മയോട് പ്രേമം, അല്ലെങ്കിൽ എനിക്ക് അച്ഛനോട് പ്രേമം, അച്ഛന് കുഞ്ഞിനോട് പ്രേമം, കാമുകന് കാമുകിയോട് പ്രേമം, കാമുകിക്ക് കാമുകനോട് പ്രേമം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്താണ് പ്രേമത്തിന്റെ സ്വരൂപം? എന്താണ് പ്രേമം? അവിടെയാണ് ഈ സൂത്രം പറയുന്നത് അനിർവചനീയം പ്രേമസ്വരൂപം. പ്രേമത്തിന്റെ സ്വരൂപം അനിർവചനീയമാണ്, നിർവചിക്കാൻ സാധ്യമല്ല. നിർവചിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിശേഷേണ പൂർണ്ണമായും പറയുക, അതാണ് നിർവചനം. ഏതെങ്കിലും ഒന്നിനെ പൂർണ്ണമായിട്ട് അതിൻ്റെ അർത്ഥത്തെ ശരിക്ക് മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് പറയുന്നതിനാണ് നിർവചനം എന്ന് പറയുന്നത്. അത് നിശേഷണയുള്ള വചനമാണ്. അല്പം പോലും ശേഷിക്കാതെ പൂർണ്ണമായി അർത്ഥത്തെ ബോധിപ്പിച്ചുകൊണ്ട് പറയുമ്പോഴാണ് നിർവചനമാകുക. അപ്പോഴാണ് ഇവിടെ പറയുന്നത് ഭക്തി പ്രേമത്തിന്റെ സ്വരൂപം എന്താണ് പ്രേമം എന്നത് അനിർവചനീയമാണ്, നിർവചിക്കാൻ സാധ്യമല്ല, വാക്കുകൊണ്ട് പറയാൻ സാധ്യമല്ല. നമുക്ക് ആർക്കും വാക്കുകൊണ്ട് പറയാൻ സാധ്യമല്ല ഇന്നതാണ് പ്രേമം എന്ന്. അത് പുറമെ കാണിക്കുന്നതല്ല. പുറമെ പല രീതിയിൽ പലത് നമുക്ക് പ്രദർശിപ്പിക്കാം. വലിയ പ്രേമവായ്പുള്ളത് പോലെ പുറമെ അഭിനയിക്കാം, അഥവാ പ്രേമരഹിതം എന്ന് മാത്രമല്ല വിരോധമുള്ളത് പോലെ പുറമെ അഭിനയിക്കാം. എന്നാൽ നമുക്കുള്ളിലുള്ള പ്രേമം എന്താണ്? അത് ബാഹ്യമായിട്ടുള്ള ഒന്നുമല്ല. അത് ബാഹ്യമായ ഒന്നുമല്ല. ശരി, എങ്കിൽ അതെന്തെന്ന് പറഞ്ഞൂടെ? അനിർവചനീയം, നിർവചിക്കാൻ സാധ്യമല്ല. ഇവിടെ ഏതുപോലെ എന്ന് പറയുകയാണ്. അതാണ് രണ്ട് സൂത്രം ഒന്നിച്ച് പഠിക്കാന്ന് പറഞ്ഞത്. ഏതുപോലെ? മൂകാസ്വാദനവത്, മൂക്കന്റെ ആസ്വാദനം പോലെ. മൂക്കന്റെ ആസ്വാദനം പോലെ. നമ്മള് സാമാന്യം സംഭാഷണശേഷി നമുക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു, സംസാരശേഷി ഉണ്ട് നമുക്ക് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മളെ കൂട്ടത്തിൽ തന്നെ പലരും വലിയ സംഭാഷണ ചാതുര്യമുള്ളവരുണ്ടാവും. വളരെ ചമൽക്കാരപൂർവം അനേകാർത്ഥങ്ങളെ ചുരുങ്ങിയ വാക്കിൽ ഉപയോഗിച്ച് അതും കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിച്ച് അങ്ങനെയുള്ള സംഭാഷണ ചാതുര്യമുള്ളവരുണ്ടാവും. ആരും ആവട്ടെ, എത്രയോ സംഭാഷണ ചാതുര്യം നമുക്കുണ്ടാവട്ടെ, ഒരു ലളിതമായ ചോദ്യം നമുക്ക് നമ്മുടെ ഏതെങ്കിലും ആസ്വാദനത്തെ, നമുക്ക് നമ്മുടെ ഏതെങ്കിലും അനുഭവ വിശേഷത്തെ വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. സാധാരണ നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും അനുഭവത്തെ എടുത്തോളൂ. ഏതെങ്കിലും അനുഭവം, സുഖമായി, അല്ലെങ്കിൽ എനിക്ക് ദുഃഖമായി, അല്ലെങ്കിൽ ഭയമായി, ഇങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അതിന് നല്ല മധുരമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് നല്ല എരിവാണ്, പുളിയാണ്, കയ്പാണ്. ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ്, ഇതൊക്കെ ആസ്വാദനങ്ങളാണ്. എന്നാൽ ഇതിലേതെങ്കിലും ഒരു ആസ്വാദനത്തെ, ഒരു അനുഭവ വിശേഷത്തെ വാക്കുകൊണ്ട് പറയാൻ കഴിയുമോ? അഭിപ്രായം? ആർക്കെങ്കിലും കഴിയുമോ? ആർക്കും കഴിയില്ല. ഞാൻ വിചാരിക്കുന്നത് ഞാൻ അത്യാവശ്യം സംഭാഷണ ശേഷിയുള്ള ഒരാളാണെന്നാണ്. അത്യാവശ്യം സംഭാഷണ ശേഷിയുണ്ട്. ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. പ്രസംഗത്തിന്റെ ഗുണദോഷങ്ങളൊന്നും അറിയില്ല, ചിന്തിക്കാറുമില്ല. പക്ഷെ പിന്നെ ആൾക്കാർ വിളിക്കണമെങ്കിൽ അവർക്ക് എന്തോ മനസ്സിലാവുന്നുണ്ടെന്ന് ഉറപ്പാ, എന്തോ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പൊ അത്യാവശ്യം സംഭാഷണ ശേഷി ഉണ്ട് എന്ന് സ്വയം വിചാരിക്കുക. ഇപ്പൊ ഞാനിവിടെ വരുന്നതിന് മുമ്പ് താഴെ ഇരുന്ന് ഒരു കപ്പ് ചായ കുടിച്ചു എന്നുള്ളത് സത്യം.
അതിൻ്റെ രുചി അനുഭവിച്ചു എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ സാമാന്യം സംഭാഷണശേഷി ഉണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്ന എനിക്ക് അതിൻ്റെ സ്വാദ് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല, പറഞ്ഞോളൂ. സ്വാമിജിന് മധുരമുണ്ട്. എന്ത് മധുരം? എന്താ മധുരം എന്ന് പറഞ്ഞാൽ മധുരം എങ്ങനെ ഇരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റില്ല, പറഞ്ഞോളൂ. ഒന്നേ പറയാൻ പറ്റൂ, നിങ്ങളൊരല്പം കഴിച്ചോളൂ, അല്പം കഴിച്ച് പരിശോധിക്കൂ. അതല്ലാതെ രുചി അറിയാൻ വഴിയില്ല. അല്ലെങ്കിൽ പേടിയായി. എന്താ പേടി? പറഞ്ഞത്. അല്ലെങ്കിൽ സന്തോഷമായി. സന്തോഷമാകുമ്പോഴുള്ള ബാഹ്യ ലക്ഷണങ്ങൾ കുറച്ചൊക്കെ പറയാം. സന്തോഷം വന്നപ്പോൾ എൻ്റെ കണ്ണ് എങ്ങനെയായി, ദേഹം എങ്ങനെയായി എന്നൊക്കെ പറയാം. പക്ഷെ എന്താണ് സന്തോഷം? ലോകത്തിൽ നമുക്കുണ്ടാവുന്ന ഒരനുഭവ വിശേഷത്തെയും ഒരാസ്വാദനത്തെയും നമുക്ക് പറയാൻ പറ്റില്ല. ആർക്ക്? വാക്കുശലന് പോലും, നല്ലപോലെ സംസാരിക്കാൻ പടുത്വമുള്ള സാമർഥ്യമുള്ള ആൾക്ക് പോലും പറയാൻ പറ്റില്ല. ഉറപ്പാണല്ലോ. എന്നിരിക്കെ അങ്ങനെ അനുഭവിക്കുന്നവൻ മൂകൻ കൂടിയാണെങ്കിലോ? മൂകനാ, സംസാരിക്കാനുള്ള ശേഷിയില്ല. ഇപ്പൊ നല്ല വാക്കുശലനായി സംഭാഷണ ശേഷി മാത്രമല്ല, നല്ല നല്ല ഒന്നൊന്തരമായി പ്രസംഗിക്കാൻ കഴിയുന്ന ആളാ. പക്ഷെ അനുഭവത്തെ വെളിപ്പെടുത്താൻ പറ്റില്ല. സംഭാഷണ ശേഷി ഇല്ലാത്ത ആൾ കൂടിയാകുമ്പോൾ ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. വിങ്ങാവും അയാളുടെ ഉള്ളിൽ. നമുക്ക് വിഡ്ഢിത്താന്ന് അറിഞ്ഞാലും നമ്മൾ പറയാൻ ശ്രമിക്കും. ആ എരിവ് നിനക്കറിയില്ലേ, എരിവ് അങ്ങനെയാണ്, ഒന്നായിട്ട് നാവൊക്കെ എരിഞ്ഞു. എന്ത് എരിവ് എന്താന്ന് പറയുമ്പോൾ നാവൊക്കെ എരിഞ്ഞു എന്നാ പറയുക? അതെന്താന്നല്ലേ പറയണ്ടേ? കണ്ണിന്നൊക്കെ വെള്ളം വന്നു. കണ്ണിന്ന് വെള്ളം വന്ന എരിവാ? ആകെ പ്രശ്നമായാലും എരിവാ? എന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കാം. എന്നാൽ ഈ അനുഭവിച്ച ആള് പൂർണ്ണ മൂക്കൻ കൂടിയാണെങ്കിൽ ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. വിങ്ങായിരിക്കും. എന്താണ് അയാളുടെ അനുഭവം എന്ന് പറയാൻ കഴിയാതെ. കഴിഞ്ഞൊരു 3-4 ആഴ്ച മുമ്പ് ഒരാള് ഒരു സ്ഥലത്ത് വന്നു. അയാൾക്കൊരു വസ്തു കിട്ടേണ്ടതുണ്ട്. കിട്ടേണ്ടത് മറ്റൊന്നുമല്ല, പശുവിൻ്റെ പാലാണ് അയാൾക്ക് കിട്ടേണ്ടത്. അതിനാൾ പാത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് അത് വിതരണം ചെയ്യുന്ന ആള് പറഞ്ഞു, ഇവിടെ ഇല്ല, കഴിഞ്ഞുപോയി. പശുവിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് മോഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല വേണ്ടത്ര, അതുകൊണ്ട് ഇല്ല, ഇന്നില്ല. ഇയാള് ആകെ മുഖമെല്ലാം മാറി, ചുമന്ന് തൊടുത്തു, ചുണ്ടെല്ലാം വിറയ്ക്കുന്നു, കണ്ണിന്ന് കണ്ണുനീര് വരുന്നു. അപ്പൊ മറ്റേ നിങ്ങൾ എന്താ നിൽക്കണം, ഇല്ലാന്ന് പറയില്ലേ, പോയിക്കോളൂ. ഇത് കണ്ടത് എനിക്കെന്തോ തോന്നി, എന്തോ ഒരു വിഷമം ഇദ്ദേഹത്തിനുണ്ട്, പറയാൻ കഴിയാത്ത വിഷമം. അപ്പൊ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിയുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് സംഭാഷണ ശേഷി ഇല്ലാത്ത ആളാണ്, ഇത് അറിയില്ല, നമുക്കറിയാത്തതാണ്. വിങ്ങുന്നുണ്ടാവും അയാളുടെ ഉള്ളിൽ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ വേറൊരാളെയും കൂട്ടി വന്നു. വേറെങ്ങളെയും കൂട്ടി വന്നപ്പോൾ മറ്റേ കക്ഷിക്ക് ഇയാളുടെ ആംഗ്യഭാഷ അറിയുന്ന ആളാണ് കൂടെ വന്നാണ്. എനിക്ക് ആംഗ്യഭാഷ അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ പറയാം. പഠിക്കേണ്ടതാണ്. എനിക്ക് പറയാം, ലോക വ്യവഹാരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ല. പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തെങ്കിലും ഒരു സമാധാനവും ശാന്തിയും അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ആംഗ്യഭാഷ അറിയണം. അപ്പൊ എന്താ സംഭവിച്ചാൽ, അദ്ദേഹത്തിന്റെ കുഞ്ഞിന് എന്തോ ഒരു രോഗമുണ്ട്. അതിന് വൈദ്യം നിർദ്ദേശിച്ചതാണ് ശുദ്ധമായ പശുവിൻ പാല് കൊടുക്കണം. ഈ പശുവിൻ പാല് പല സ്ഥലത്തും കിട്ടും, പക്ഷെ ശുദ്ധമായ പശുവിൻ പാല് ഈ പറഞ്ഞ സ്ഥലത്ത് കിട്ടുന്ന അയാൾക്കല്ല ആരോ പറഞ്ഞു കൊടുത്തിട്ട് എത്രയോ ദൂരെ നിന്ന് വന്നതാ. ഇതാണ് മറ്റേ ആള് പറഞ്ഞത്. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മറ്റേയോട് പറഞ്ഞ് മനസ്സിലാക്കി, ഇതാണ് സംഭവം. അയാൾക്ക് എന്തെങ്കിലും കുറച്ചെടുത്ത് കൊടുക്കൂ, ഉണ്ടാവുമല്ലോ നിങ്ങളുടെ അടുത്ത്, ഇല്ലാതിരിക്കില്ല. അപ്പൊ ഇയാള് കൊടുക്കാൻ തയ്യാറല്ല. അപ്പൊ പിന്നെ ഞാൻ ഭാഷ മാറ്റി പറയേണ്ടി വന്നു, കുറച്ചൊന്ന് ഭാഷ മാറ്റേണ്ടി വന്നു. അപ്പൊ കൊടുത്തു. അപ്പൊ ഇവിടുന്ന് പാല് വന്നേ, അപ്പൊ കറന്നതാ ഭാഷ മാറ്റിയപ്പോ.
താല്പര്യം നമുക്കൊരാളെ തെറി പറയണ ഒരു സുഖമുണ്ട്, തെറി പറഞ്ഞാൽ കഴിഞ്ഞ്. എന്തെങ്കിലും ഒന്ന് അറിയിക്കണം വെച്ചാൽ ഒരു സുഖമുണ്ട്, അറിയിക്കാൻ ശ്രമിക്കാം, നമുക്ക് സാധിക്കില്ലെങ്കിൽ പോലും. ഒന്നുമില്ലെങ്കിൽ ദേഷ്യം പിടിച്ചുകൊണ്ടെന്നൊക്കെ പറയാം. എന്താ ദേഷ്യം എന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? പറയൂ, എന്താ ദേഷ്യം? ആർക്കെങ്കിലും പറയാം, എനിക്ക് ദേഷ്യം പിടിച്ചു, എന്താ ദേഷ്യം എന്ന് പറഞ്ഞു തരുമോ? എങ്ങനെയാ ദേഷ്യം പിടിക്കുക? എവിടുന്നാ വരിക? ഒന്നും അറിയില്ല, പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ശ്രമിക്കാം. പക്ഷെ മൂകനാവുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ കഴിയില്ല, ഉള്ളിൽ തിങ്ങി വിങ്ങുകയായിരിക്കും. അപ്പോ അയാൾ ആസ്വദിച്ചില്ലേ? അയാൾ ആസ്വദിച്ചു, മറ്റാരും ആസ്വദിക്കുന്നതിനേക്കാൾ ആസ്വദിച്ചു, എന്നാൽ ഒരിക്കലും പ്രകടമാക്കാൻ കഴിയില്ല. ഇതുപോലെയാണ് പ്രേമം. എന്താണ് പ്രേമത്തിന്റെ സ്വരൂപം? പ്രേമത്തിന്റെ സ്വരൂപമാണ് ഞാൻ പറഞ്ഞത്. പ്രേമം പുറത്ത് പല കള്ളത്തരവും കാണിക്കാം, ഇല്ലേ? എന്തൊക്കെ കാണിക്കാം, എന്തൊക്കെ ജാതി കാണിക്കാം. കഴിഞ്ഞല്ല 2-3 മാസം മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടത് പലരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവുക. ഒരു പത്നിയെ പതി റെയിൽവേ സ്റ്റേഷനിൽ കയറ്റി വിടുകയാണ്, റെയിൽവേ ട്രെയിനിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അവളോട് അവൻ, അയ്യോ ഒരാഴ്ച നീ കൂടെ ഉണ്ടാവില്ലല്ലോ, എനിക്ക് സങ്കടാവണോ, മറ്റേതാണോ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് പ്ലാറ്റ്ഫോമിൽ നിന്ന്. അത് കഴിഞ്ഞ് അവർ ട്രെയിനിൽ കയറി ഇയാൾ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുകയാണ്. കണ്ടത്? ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? നല്ല വീഡിയോ തോന്നിയത്. അയാൾ നൃത്തം ചെയ്യാണ്, ഒരാഴ്ച എനിക്ക് ഫ്രീ ആയല്ലോ, ഒരാഴ്ച യാതൊരു അലോസരവും ഇല്ലാതെ വീട്ടില് കഴിയാമല്ലോ എന്നുള്ള ആനന്ദമാണ്. പക്ഷെ അതിന് മുമ്പോ, അയ്യോ നീ ഒരാഴ്ചത്തേക്ക് വിട്ടു നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. അവര് ട്രെയിനിലാണ്ട് കയറി എന്നെ കാണില്ല എന്നുള്ള സമയമായപ്പോ നൃത്തം ചെയ്യും. ഇങ്ങനെ പലതും നമുക്ക് പ്രേമം പുറമെ കാണിക്കാം. പക്ഷേ പ്രേമസ്വരൂപത്തിന് മാറ്റമില്ല, അത് പുറമെ കാണിക്കുന്നതല്ല. ആ പ്രേമസ്വരൂപം ഈശ്വരോന്മുഖമാകുമ്പോൾ അതിനാണല്ലോ ഭക്തി എന്ന് പറയുക. പ്രേമം ഈശ്വരോന്മുഖമാകുമ്പോഴാണ് ഭക്തി. നമ്മൾ പഠിച്ചതാണ്, സാത്വസ്മിൻ പരമപ്രേമ രൂപ. ഇതിന്റെ സ്വരൂപം എന്താണെന്ന് വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല. വ്യക്തമാണല്ലോ? ഈ 2 സൂത്രങ്ങൾ ശ്രദ്ധിക്കുക. അനിർവചനീയം പ്രേമസ്വരൂപം, മൂകാസ്വാദനവത്. എങ്കിൽ പ്രകാശത്തെ ക്വാപി പാത്രേ. അല്ലേ അടുത്ത സൂത്രം? അതെ, പ്രകാശത്തെ ക്വാപി പാത്രേ. അത് ഛേദിച്ചു പറഞ്ഞാൽ പ്രകാശത്തെ ക്വ അപി പാത്രേ. ക്വാപി എന്ന് പറഞ്ഞാൽ ക്വ അപി. ക്വ എന്ന് പറഞ്ഞാൽ എവിടെ, ക്വ എവിടെ, എവിടെ എന്ന് ചോദിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ക്വ. ക്വ അപി എന്ന് പറഞ്ഞാൽ എവിടെയോ, ഏതോ, പാത്രേ പാത്രത്തിൽ, ഏതോ പാത്രത്തിൽ പ്രകാശിക്കുന്നു. ഏതോ പാത്രത്തിൽ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എവിടെയാണ് ഭക്തി ഉണ്ടാവുക? ആർക്കാണ് ഈ പ്രേമസ്വരൂപം ഉണ്ടാവുക? അതെങ്ങനെ പ്രകാശിക്കും? ആർക്കും പറയാൻ പറ്റില്ല. ഏതോ പാത്രത്തിൽ പ്രകാശിക്കുന്നു. പക്ഷെ ഒന്നുണ്ട്, പാത്രത്തിലേ പ്രകാശിക്കൂ. പാത്രത്വം വേണം. പാത്രത്വം ഉണ്ടെങ്കിലേ പ്രകാശിക്കൂ, അല്ലെങ്കിൽ പ്രകാശിക്കില്ല. അപ്പൊ ആർക്കാണ് ഈ ഭക്തി ഉണ്ടാവുക നമുക്ക് ആർക്കും പറയാൻ വയ്യ. എവിടെയോ പ്രകാശിക്കും. ചിലപ്പോൾ നമ്മൾ വലിയ ഭക്തനാണെന്ന് വിചാരിക്കുന്ന ആൾക്ക് ഭക്തി ഉണ്ടായിന്ന് വരില്ല. പുറമെ ചിലപ്പോൾ പ്രദർശന പരത കാണിക്കുന്ന ആൾക്ക് ഭക്തി ഉണ്ടായിന്ന് വരില്ല. പുറമെ യാതൊരു പ്രകാരത്തിലും ഒരു പ്രദർശനവും ചെയ്യാത്ത ആൾക്കായിരിക്കാം ചിലപ്പോൾ ആന്തരികമായി ശുദ്ധഭക്തി ഉണ്ടാവുക. അങ്ങനെ അറിയാതെ ആർക്കറിയ? ആർക്കും അറിയാൻ പറ്റില്ല. ഞാനിവിടെ വന്ന് നിങ്ങളെ വലിയ ഭക്തനെ പോലെ നിങ്ങളെ മുമ്പിൽ അഭിനയിച്ചത് കൊണ്ട് ഞാൻ ഭക്തനാണെന്ന് അർത്ഥമില്ല, അല്ലെന്നും അർത്ഥമില്ല. അപ്പൊ ഈ ഭക്തിയാകുന്ന പ്രേമം, അല്ലെങ്കിൽ പ്രേമമാകുന്ന ഭക്തി, അത് അനിർവചനീയമാണ്. മൂക്കന്റെ ആസ്വാദനം പോലെയാണ്. എന്നാൽ ഏതോ പാത്രത്തിൽ പ്രകാശിക്കും, എവിടെയോ പ്രകാശിക്കും. ഈ ക്വ അപി എന്നുള്ള പ്രയോഗത്തിന്റെ അർത്ഥം എന്താ? എവിടെയോ ഏതോ പാത്രത്തിൽ പ്രകാശിക്കുന്ന പറഞ്ഞ അർത്ഥം എന്താ? അത് വളരെ ദുർലഭമാണ്, വിരളമാണ്, സുലഭമല്ല. പക്ഷെ ഒന്ന് പറയാം, അത് പാത്രത്തിലേ പ്രകാശിക്കൂ. ഭക്തി നമുക്കുള്ളിൽ പ്രകാശിക്കുന്നതിന് വേണ്ട പാത്രത്വം നമ്മളിൽ ഉണ്ടാവണം. അത് ഉൾക്കൊള്ളാനുള്ള പാത്രത്വം.
ആ പാത്രത്തെ നമ്മൾ ഉണ്ടാക്കണം. ഇപ്പൊ ജപ കീർത്തനങ്ങൾ ഭജനകളൊക്കെ നമ്മൾ ചെയ്യുന്നു, സത്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു, സദ്വിചാരങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതൊക്കെ ഈ പാത്രത്വത്തെ ഉണ്ടാക്കുക. നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, അഥവാ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മ ശരീരം, അവിടെ ശുദ്ധമായ സംസ്കാരത്തെ രൂപപ്പെടുത്തി ശുദ്ധമായ ഭക്തി നമ്മളിൽ വന്നു ചേരുന്നതിനുള്ള പാത്രത്വം സൃഷ്ടിക്കുക. അതേ ഉള്ളൂ. അതെങ്ങനെയാ അതുണ്ടാവുക നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ശരിയായ പാത്രത്വം വന്നാൽ ഭക്തി വരാതിരിക്കാം. നമുക്ക് ഇത്രയേ കഴിയുള്ളൂ പാത്രത്വം ഉണ്ടാക്കുക. ചിന്തിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പുറമെ കാണുന്ന ഒന്നുമല്ല. പുറമെ നമ്മൾ വിചാരിക്കണ ചിലപ്പോ എന്താ പറയുക, ദേഹം മുഴുവൻ കുറിയും തൊട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുളിയോട് കുളിയാണ്, അമ്പലത്തിൽ പൈസ സംഭാവന കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ കുറച്ച് കേമായിട്ട് നാമം ജപിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ കണക്കാക്കിയെന്ന് വരും. അല്ലെങ്കിൽ 10 ആള് ഭക്തനാന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരിക്കലും ഒരു സ്ഥലത്ത് കുറേ വർഷങ്ങളായി ഒരു ക്ഷേത്ര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങിന് പോയപ്പോ ആ ചടങ്ങിന്റെ ഉദ്ഘാടനം സ്വാമി ചിദാനന്ദപുരിയാണ്. ആദ്യത്തെ ഫണ്ട് സമർപ്പണം ഒരു വലിയൊരു പൈസക്കാരനാണ്. ചെറിയ പൈസക്കാരനല്ല, വലിയ കോടീശ്വരനാണ്. അപ്പൊ അമ്പല കമ്മിറ്റിക്കാർ സ്വാഗതം ചെയ്യാണ്. ചിദാനന്ദപുരി സ്വാമി അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, എന്തൊക്കെയാണ്. എനിക്ക് അറിയുകയും കൂടി ചെയ്യാത്ത ഗുണങ്ങൾ എനിക്കുണ്ട് എന്നാണ് ഇപ്പൊ അവരെ വിചാരം. അതൊക്കെ പറഞ്ഞു. മഹാഭാഗ്യമാണ് സ്വാമി തൃപ്പാദങ്ങൾ ഇവിടെ ചവിട്ടിയത്. എന്ത് ഭാഗ്യം! ചവിട്ടിയ എന്ത് ഭാഗ്യമുള്ളത് ഒക്കെയാണ്. ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹത്തെ കുറിച്ചായി. ആദ്യത്തെ ഫണ്ട് തരാൻ വേണ്ടി ഒരു പരമഭക്തനാണ് നമുക്ക് വന്നു ചേർന്നിട്ടുള്ളത് എന്നത് അങ്ങേയറ്റം സന്തോഷകരമാണ്. ഇത്ര വലിയൊരു ഭക്തൻ. പിന്നെ അയാളെ പറ്റിയായി സ്വാഗതക്കാരൻ. അപ്പൊ ഈ കക്ഷി എന്നോട് ചെവിയിൽ പറഞ്ഞു, ഞങ്ങൾ അടുത്തടുത്തിരിക്കുന്ന, ഞാൻ ഭക്തനാ നിശ്ചയം കഴിക്കാൻ എങ്ങനെയാ അറിയാം? ഈ ചങ്ങാതിക്ക് എങ്ങനെ അറിയും ഞാൻ ഭക്തനാണോ? ഞാൻ പൈസക്കാരനാണെന്ന് പറഞ്ഞാൽ ശരിയാ. കാരണം അത്രയും കോടിക്കണക്കിന് രൂപയുടെ വ്യവഹാരം ചെയ്യുന്നവനാണ് ഞാൻ എന്നുള്ളത് നാട്ടുകാർക്കറിയാം. പക്ഷെ ഞാൻ ഭക്തനാന്ന് ഇയാൾക്കെങ്ങനെ? ഞാൻ വിചാരിച്ചു അയാൾ ആ പറഞ്ഞതോടുകൂടി നിർത്തിയെന്ന് വിചാരിച്ചു. ഇല്ലാന്നേ. ഇയാൾ ആദ്യം മൈക്കിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ ഇതാ, എന്നെ ഇവിടെ വലിയ ഭക്തന് സ്വാഗതം ചെയ്തതായി കേട്ടു. നിങ്ങൾ എന്നെ ഭക്തൻ എന്ന് പറഞ്ഞത് കൊണ്ട് 5 പൈസ പോലും ഞാൻ അധികം തരാൻ പോകുന്നില്ല. അത് കിട്ടാനാണ് നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ നാട്ടിൽ ഇത്ര കിലോമീറ്ററിനുള്ളിലുള്ള ഏത് ക്ഷേത്രത്തിൽ പോയാലും ഇത്ര പൈസ കൊടുക്കാറുണ്ട്. ഇത്ര കിലോമീറ്ററിന് പുറത്തുള്ള ക്ഷേത്രത്തിൽ അതിനൊരു കണക്കുണ്ട്. അപ്പൊ ആദ്യത്തെ എൻ്റെ വീടിന്റെ ഇത്ര അടുത്തായതുകൊണ്ട് നിശ്ചയമായി ഞാൻ 5 ലക്ഷം രൂപ ഇതിന് കൊടുക്കും. പക്ഷെ ഞാൻ ഭക്തനാണ് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞാൻ ക്ഷേത്രത്തിൽ പോണതോ തൊഴുന്നതോ വഴിപാട് കഴിക്കുന്നതോ എൻ്റെ ബിസിനസ് നന്നാവാനായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെ അറിയും ഞാൻ ഭക്തനാണ്? ആരാരും അറിയപ്പെടാത്ത, ചിലപ്പോൾ ഭ്രാന്തനായിട്ട് നിങ്ങൾ കണക്കാക്കുന്ന ആരും ആയിരിക്കാം ശുദ്ധ ഭക്തൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഭക്തി ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ആളാ, പക്ഷെ ഭക്തനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അതെ, അവിടെ പിന്നെ ചിദാനന്ദ സാറ് പ്രസംഗമൊന്നും ആവശ്യമില്ലായിരുന്നു. കാരണം ശരിയായ എൻ്റെ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു ഈ പറഞ്ഞതിലൂടെ. ഇത് കഥയല്ല, കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉണ്ടായൊരു സംഭവമാണ്. പലപ്പോഴും നമ്മൾ ഭക്തൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് കണക്കാക്കുക. ഗുരുവായൂരപ്പന് സ്വർണ്ണ കിരീടം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ രത്നകിരീടം കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ. ഒന്നും ഭക്തിയാണെന്ന് പറയാൻ പറ്റില്ല, അല്ലാന്നും പറയാൻ പറ്റില്ല. അതാണ് പ്രകാശത്തെ ക്വാപി പാത്രേ, ഏതോ പാത്രത്തിൽ പ്രകാശിക്കും. അപ്പോ നമുക്കത് പ്രകാശിച്ചിട്ടുണ്ടോ? എന്താ അഭിപ്രായം? എങ്ങനെ അറിയും? എൻ്റെ ഉള്ളിൽ ശരിയായ ഭക്തി ഉണ്ടോ? എൻ്റെ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയാണ് ഉദ്ദേശം. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ശുദ്ധമായ ഭക്തി ഉണ്ട് എന്നറിയുന്നതിന് എന്തെങ്കിലും ചില മാനദണ്ഡങ്ങളുണ്ടോ?
ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാമല്ലോ, ഇല്ലേ? അതെ, എന്തെങ്കിലും ചില മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ച് പരിശോധിച്ചിട്ട് എൻ്റെ ഉള്ളിൽ ഭക്തി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാം. അതിനു വേണ്ടി പറയാണ് ഭക്തിയുടെ ചില ലക്ഷണങ്ങൾ. ഒന്നാമത് പറയുന്നു, ഗുണരഹിതം, കാമനാരഹിതം, പ്രതീക്ഷണവർദ്ധമാനം, അവിഛിന്നം, സൂക്ഷ്മതരം, അനുഭവരൂപം. 2, തത് പ്രാപ്യ തദേവ അവലോകയതി. അവിടെ പാഠഭേദമുണ്ട്, തദേവ ആലോകയതി എന്നാണ്. തദേവ ശൃണോതി, തദേവ ഭാഷയതി, തദേവ ചിന്തയതി. 2 സൂത്രങ്ങളിലാണ് ഈ ഭക്തി ഒരാളിൽ പ്രകാശിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ അറിയും? ഈ ഒരാൾ നമ്മളാണേ, സ്വയാണേ, വേറൊരാളെയും തൂക്കാനും മറക്കാനും പോരുതേ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പുറത്ത് നമുക്ക് തൂക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മളിൽ ഉണ്ടായത് ശുദ്ധഭക്തിയാണെന്ന് എങ്ങനെ അറിയും? എന്താണ് അതിന്റെ ലക്ഷണം? ആദ്യം പറയാണ് ഗുണരഹിതം, 2 കാമനാരഹിതം, 3 പ്രതീക്ഷണവർദ്ധമാനം, 4 അവിഛിന്നം, 5 സൂക്ഷ്മതരം. ഈ 5 ലക്ഷണങ്ങളാണ് ഭക്തിയാകുന്ന, പ്രേമമാകുന്ന അനുഭവത്തിൽ. ഒന്നാമതായി പറയാണ് ഗുണരഹിതമാണ്. ഗുണമില്ല. ഗുണം എന്ന് പറഞ്ഞാൽ സത്വം, രജസ്, തമസ്. ഇതിൽ ഒതുക്കാൻ പറ്റില്ല. നമുക്ക് മാർഗതലത്തിൽ വിധിവിധാനപരമായ ഭക്തി, മാർഗതലത്തിലുള്ള ഭക്തി ഒന്നുകിൽ നമുക്ക് പറയാം അത് സാത്വികമാണ്, അല്ലെങ്കിൽ രാജസികമാണ്, താമസികമാണെന്ന് പറയാം. പക്ഷെ പരാഭക്തനെ സംബന്ധിച്ച് ചിലപ്പോൾ സാത്വികവും, ചിലപ്പോൾ രാജസികവും, ചിലപ്പോൾ താമസികവും പറയാൻ പറ്റില്ല. ഇന്ന ഗുണത്തിൽ പെട്ടതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് ഇതേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല ഈ അനുഭവരൂപമായ ഭക്തിയിൽ. കാരണം അവരെല്ലാം ഈശ്വരനാണ്, എല്ലാ ഭാവങ്ങളും ഈശ്വരനാണ്. ചിലപ്പോൾ സാത്വികവും, ചിലപ്പോൾ രാജസികവും, ചിലപ്പോൾ താമസികവും. അതിന് സ്വന്തം ഗുണമില്ല. പരാഭക്തിക്ക്, അനുഭവരൂപമായ ഭക്തിക്ക് അതിൻ്റെതായൊരു ഗുണമില്ല. അതിന് സാത്വികമെന്നോ രാജസികമെന്നോ താമസികമെന്നോ ഒതുക്കി പറയാൻ പറ്റില്ല. ഒന്നുകിൽ നമുക്ക് 3 ഗുണങ്ങളെയും അതിക്രമിച്ചതാണെന്ന് പറയാം, അല്ലെങ്കിൽ വ്യത്യസ്ത ഗുണങ്ങളെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സ്വീകരിക്കുന്നതാണെന്ന് പറയാം. സ്വന്തമായിട്ടില്ല. ഇത് മാർഗതലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. മാർഗതലത്തിലുള്ള ഭക്തി ഒന്നുകിൽ സാത്വികാവും, അല്ലെങ്കിൽ രാജസികാവും, അല്ലെങ്കിൽ താമസികാവും. ചില ഭാവങ്ങൾ സാത്വികമായ വിചാരത്തിന് വിധേയമായി ഇപ്പൊ ദേവതോപാസനാപരമായി വന്നു ചേർന്നതാണെങ്കിൽ ആ ദേവതയുടെ ഭാവത്തിനനുസരിച്ച് സൂക്ഷ്മ വിചാരത്തോട് കൂടിയ ഒരു തലമായിരിക്കാം. അതേ ആൾക്ക് വേറെ ചില സമയത്ത് രാജസികമായതായിരിക്കാം. അയാളുടെ ഉപാസ്യത്തെ തന്നെ അയാൾ വഴക്ക് പറഞ്ഞെന്നൊക്കെ വരാം. ചിലപ്പോൾ മോഹാത്മകമായിട്ട് താമസികമായിരിക്കാം. നേരത്തെ ശുദ്ധ വിചാരത്തെ പ്രദർശിപ്പിച്ച ആൾ ഇപ്പൊ പൊട്ടിക്കരഞ്ഞെന്ന് വരാം. ഇത് ഒതുക്കാൻ പറ്റില്ല നമുക്ക്. ഇന്നതെന്ന് പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല. അനുഭവരൂപമായ ഭക്തി 3 ഗുണഭാവങ്ങളെയും കാണിക്കാം. 3 ഗുണഭാവങ്ങളെയും കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വയം ഗുണരഹിതമായാലേ അത് പറ്റും. ആ സത്വത്തിനും രജസിനും തമസ്സിനും ഉപരിയുള്ളതാണ്. അതുകൊണ്ട് ചിലപ്പോൾ സാത്വികവും, ചിലപ്പോൾ രാജസികവും, ചിലപ്പോൾ താമസികവും. നമ്മൾ താമസിക്കാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് രാജസികവും ചിലപ്പോൾ. അതൊക്കെ പറയാൻ പറ്റില്ല. ദൃഷ്ടാന്തങ്ങൾ ഒരിക്കലും പൂർണ്ണമല്ല, ഒരിക്കലും പൂർണ്ണമല്ല. ഏകദേശം ബോധിപ്പിക്കാനേ കഴിയും. അതിൽ തന്നെ വ്യക്തികളുടെയും മറ്റും ദൃഷ്ടാന്തം എടുക്കുമ്പോൾ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. കാരണം നമ്മൾ ആരെക്കുറിച്ച് പറയുന്നു അയാൾ അത് തന്നെയാണോ എന്ന് നമുക്കറിയില്ല. ഒരു ലോകപ്രസിദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുക. അങ്ങനെയാണല്ലോ, അല്ലേ? ശരിയല്ലേ? മനസ്സിലായില്ല? ഒരു ലോകപ്രസിദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുക. ചിലരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും അയാൾ വളരെ ഉയർന്ന ഒരാളാണെന്ന് മനസ്സിലാക്കും. ആ മനസ്സിലാക്കലിൽ നിന്നാണ് നമ്മൾ പലതും പറയുക. ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കാം. ഏതായാലും ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ പെട്ടെന്ന് തോന്നിയ തോന്നിയൊരു വിഷയമാണ് വിവേകാനന്ദ സ്വാമികൾ. വിവേകാനന്ദ സ്വാമികളുടെ ഗുരുഭക്തി വലിയ പ്രസിദ്ധമാണ്. ശ്രീരാമകൃഷ്ണദേവൻ ഗുരു. അപ്പൊ തൻ്റെ ഗുരുനാഥനെ കുറിച്ച് വളരെ അപഗ്രഥിച്ച് യുക്തിപൂർവം
ശാസ്ത്രസമ്മതിയോടുകൂടി സ്വാമിജി പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വാമിജിയുടെ വിശ്വപ്രസിദ്ധമായ പ്രഭാഷണമാണ് മൈ മാസ്റ്റർ എന്നുള്ളത്. മൈ മാസ്റ്റർ എന്നുള്ളത് വിശ്വപ്രസിദ്ധമായ പ്രഭാഷണം. അത് ശ്രീരാമകൃഷ്ണദേവനെ ശരിക്കും അങ്ങോട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്വാമിജിയുടെ ഭക്തി വളരെ സാത്വികമാണ് എന്നാണ് നമ്മൾ പറയുക. ഏതായാലും സ്വാമിജിയുടെ ഗുരുഭക്തി പ്രസിദ്ധമാണ്. അങ്ങനെ സ്വാമിജിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഒന്ന് ഹിമാലയത്തില് മായാവതിയാണ്. മറ്റൊന്ന് അമേരിക്കയിൽ ന്യൂയോർക്കിനടുത്ത് 1000 ഐലൻഡ് പാർക്കാണ്, ന്യൂയോർക്ക് സ്റ്റേറ്റിൽ. സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ സ്വാമിജി തന്നെ പറഞ്ഞതാണ്, നമ്മളാരും പറഞ്ഞതല്ല. അപ്പൊ ഇതില് 2 സ്ഥലത്തും രാമകൃഷ്ണ മിഷന്റെ ആശ്രമങ്ങളുണ്ട്. 1000 ഐലൻഡ് പാർക്കിലുണ്ട്, ഇവിടെ മായാവതിയിൽ അദ്വൈത ആശ്രമമാണ് സ്ഥാപിച്ചത്. സ്വാമിജിയുടെ ഭക്തന്മാരും ഒരു വേള ശിഷ്യന്മാരുമൊക്കെ ആയവരാണ് ആ ആശ്രമ സ്ഥാപനത്തിന് നേതൃത്വം വഹിച്ചത്. അതിന്റെ ഉദ്ഘാടന സന്ദർഭത്തിലാണ് സ്വാമിജി പോകുന്നത്. ആദ്യം സ്ഥലം കാണാനൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ പിന്നെ ഇല്ല, പിന്നെ പണി നടക്കുന്നൊക്കെ ഭക്തന്മാർ ചെയ്തതാണ്. അപ്പൊ ഉദ്ഘാടന ദിവസമാണ് സ്വാമിജി പോകുന്നത്. അപ്പൊ സ്വാമിജിക്ക് ഇതിന്റെ ഗുരുഭക്തി എല്ലാവർക്കും പ്രസിദ്ധമാണ്. അപ്പൊ സ്വാമിജിക്ക് വളരെ സന്തോഷമാവും എന്നുള്ള നിലയ്ക്ക് ശ്രീരാമകൃഷ്ണദേവന്റെ ചിത്രം, വലിയൊരു ഫോട്ടോ മുമ്പ് തന്നെ വെച്ചിട്ടുണ്ട്. സ്വാമിജി ഉദ്ഘാടന ദിവസം കയറിയില്ല. ഈ കളവനെടുത്ത് മാറ്റുമോ? ഈ കളവനെ ഇവിടെ നമുക്ക് മാറ്റണം. ഇത് അദ്വൈതാശ്രമമാണ്. ഇത് ഫോട്ടോയും ചിത്രവും വെച്ച് പൂജിക്കേണ്ട സ്ഥലമല്ല. എടുത്ത് മാറ്റിച്ചു. ശരി, നമുക്ക് 3-ാം ഭാവത്തിലേക്ക് വരാം. സ്വാമിജി രാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനമായിട്ട് കൊൽക്കട്ടയിൽ ബേലൂരിൽ മഠം സ്ഥാപിക്കുക. ശ്രീരാമകൃഷ്ണദേവൻ ശരീരം ശാന്തമായ സമയത്ത് അവിടെ ചെറിയൊരു തർക്കം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് സന്യാസിമാരായ, അക്കാലത്ത് ചെറുപ്പക്കാരായിരുന്ന ശിഷ്യന്മാരുടെയൊക്കെ ആഗ്രഹം ശ്രീരാമകൃഷ്ണദേവന്റെ ശരീരം ഭൂസമാധിക്രിയ ചെയ്യണമായിരുന്നു. പക്ഷേ ഗൃഹസ്ഥ ഭക്തന്മാരൊക്കെ കത്തിക്കണം എന്നുള്ളതായിരുന്നു, കത്തിച്ച് സംസ്കരിക്കണം എന്നുള്ളതായിരുന്നു. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അക്കാലത്ത് പ്രബലത ഗൃഹസ്ഥന്മാർക്കായിരുന്നു. ഇവര് കുറച്ച് പേര് കുറച്ച് ചെറുപ്പക്കാർ മാത്രമാണ്. അതുകൊണ്ട് ദഹിപ്പിച്ചാൽ തെറ്റോ ശരിയോ അല്ല പറയണത്, അതാണ് സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ശിഷ്യന്മാരെന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ, ശ്രീരാമകൃഷ്ണദേവന്റെ കുറച്ച് ശരീരാവശിഷ്ടങ്ങൾ, തലമുടിയുടെ കുറച്ച് പിന്നെ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ദഹനത്തിന് ശേഷമുള്ള ചില എല്ലിൻ്റെ ഒക്കെ പാതി കത്തിയതും ഒക്കെ ആയിട്ടുള്ള അംശങ്ങളും കുറച്ച് ചിതാഭസ്മം ഒക്കെ കൂടി കുംഭത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് ഈ അന്തരംഗ ശിഷ്യന്മാര് അത് ഒരു സ്ഥലത്ത് വെച്ച് പൂജിക്കുന്നുണ്ട്. ശശി, ശരത്ത്, ലാട്ടു, രാഖാൾ ഇങ്ങനെയൊക്കെ ഉള്ളവരാണത് പ്രാധാന്യം കൊടുത്തത്. പിന്നീട് വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോയി തിരിച്ചു വന്ന് പിന്നീട് രാമകൃഷ്ണ പ്രസ്ഥാനം സ്ഥാപിച്ച സമയത്ത്, അതുവരെ അവർ അലംബച്ചാർ എന്നുള്ള സ്ഥലത്തായിരുന്നു അത് വെച്ചിരുന്നത്. ബേലൂർ മഠത്തിൽ ഇത് പ്രതിഷ്ഠിക്കുകയാണ്. ഈ കുംഭമാണ് അവിടെ അടിയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പുറത്താണ് നമ്മൾ കാണുന്ന പ്രതിമയൊക്കെ. ഇത് തൻ്റെ ശിരസിലെടുത്ത് പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന വിവേകാനന്ദ സ്വാമിയുടെ ഒരു ചിത്രമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവേകാനന്ദ സ്വാമിയുടെ ഏകദേശം രൂപം എല്ലാവരെയും മനസ്സിൽ ഓർമ്മ ഉണ്ടല്ലോ. വലിയ തലക്കെട്ടൊക്കെ കെട്ടി അങ്ങനെ നിൽക്കണ പോരാ, തലക്കെട്ടൊന്നും ഇല്ലാതെ, കുപ്പായൊന്നും ഇടാതെ, കുടവയറൊക്കെ ആയിട്ട്. പ്രായാത്രയ്ക്കൊന്നും ഇല്ല, പക്ഷെ വലിയ കുടവയറൊക്കെയാണ്, വലിയ കുടവയറാ. നമ്മൾ ജുബ്ബൊക്കെ ഇട്ട് കാണുമ്പോൾ അങ്ങനെ തോന്നില്ല, അല്ലാത്ത ചിത്രം നോക്കിയാൽ മതി. ഇത് ശിരസിലെടുത്ത് ആടിയൊലഞ്ഞ് ഒരു മദ്യപിച്ച് ലക്ക് കെട്ട ആളെ പോലെ തൻ്റെ ഗുരുദേവന്റെ കീർത്തനങ്ങൾ ചൊല്ലി, നാമങ്ങൾ ചൊല്ലി ധാരധാരയായി കണ്ണുനീരിങ്ങനെ പ്രവഹിക്കുക.
അത് കവിളിലൂടെ ഇറങ്ങി നെഞ്ചിലൂടെ വയറിലൂടെ അങ്ങനെ ഒഴുകുക. എന്ത് ഭ്രാന്തനെ പോലെ അല്ലെങ്കിൽ മദ്യപിച്ച് ലക്ക് കെട്ട ഒരുത്തനെ പോലെയാണ് വരുന്നത്. എന്നിട്ടാണ് ഈ പ്രതിഷ്ഠാപീഠത്തിലേക്ക് കൊണ്ടുവരുന്നത്. കണ്ടവർ മുഴുവൻ അതേ കണ്ണീരണിഞ്ഞവരായി തീർന്നു. ഇത് മൂന്നും ഒരാളാണോ? എന്താ അഭിപ്രായം? ആണോ? അല്ല. ആണ്. അല്ലേ? ആണല്ലോ. ആണോ? അല്ല സ്വാമി, ഇത് മൂന്നും ഒരാളാവാൻ വയ്യ. ഇതാണ് സ്ഥിതി. അപ്പോ ഇതൊരു ഇപ്പൊ തോന്നിയൊരു ദൃഷ്ടാന്തം പറഞ്ഞത് മാത്രമേ വസ്തുതയാണ്. അപ്പൊ ഇന്ന ഗുണം ഇന്ന പോലെ എന്ന് നമുക്കണ്ട് പറയാൻ പറ്റില്ല. അത് സന്ദർഭത്തിനനുസരിച്ച് ഏത് ഭാവത്തെയും പ്രാപിക്കുന്നതാണ്. എന്തുകൊണ്ട്? സ്വതവേ ഗുണരഹിതം ആയതുകൊണ്ട്. അവിടെ ഈശ്വരന് ഭിന്നമായിട്ടൊന്നില്ല. തെറി പറയാന്ന് ഈശ്വരന്റെ തന്നെ, അല്ലാണ്ടെന്താ വേറെ തെറി പറയാന? പുകഴ്ത്തണതാരെ? അതും ഈശ്വരനെ തന്നെ. എന്താ ഈശ്വരനെ തെറി പറഞ്ഞാൽ കുഴപ്പമുണ്ടാവും? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈശ്വരനല്ലാണ്ട് ആരെയും തെറി പറയുക? വേറെ നാട്ടുകാരൊക്കെ തെറി പറയാൻ പറ്റുക? അടി കിട്ടില്ലേ? ഭഗവാനോടല്ലാണ്ട് എന്താ തുറന്നെല്ലാം പറയുക? എന്ത് തുറന്നത് എൻ്റെ ദൈവത്തോടല്ലാണ്ട് ആരോടെ പറയുക എന്ന് പറയും. പത്നീനെ തെറി പറഞ്ഞാൽ ഡിവോഴ്സ് നോട്ടീസ് വരും. പതിനെ തെറി പറഞ്ഞാൽ ഡിവോഴ്സ് നോട്ടീസ് വരും. കുട്ടികളെ തെറി പറഞ്ഞാൽ 1098 വിളി പോകും. ഒക്കെ പ്രശ്നമാണ് ഇല്ല? കുട്ടികളെ പറഞ്ഞ് തെറി പറഞ്ഞാൽ വിവരറിയും. 1098 വിളി പോകും. അരമണിക്കൂർ കൊണ്ട് പോലീസ് വരും. അപ്പൊ ഇതൊക്കെ ധർമ്മസങ്കടമൊക്കെ ആരോടോ തുറന്ന് പറയുക? ഈശ്വരനോട്. അവിടെ കരയാം ഇല്ലേ? അറിഞ്ഞൂടാ. അവിടെ ചിരിക്കാം. ഏറി വന്ന നാട്ടുകാർ പ്രാന്തം എന്ന് പറയും. അല്ലാണ്ടെന്താ? നാട്ടുകാർ പ്രാന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? ആർക്കാ ഭ്രാന്തി ഇല്ലാത്ത? അതുകൊണ്ട് ഈ ലക്ഷണം മനസ്സിലാക്കുക. ഗുണരഹിതം. 2, കാമനാരഹിതം. ഈ പരാഭക്തി വന്നു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ താനേ പൊഴിഞ്ഞു പോകും. ആദ്യം നമ്മൾ ചില ആഗ്രഹങ്ങളോട് കൂടിയായിരിക്കും ഭക്തിമാർഗത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടാവുക. പക്ഷെ അത് അനുഭവരൂപമായ ഭക്തിയായി കഴിഞ്ഞാൽ പിന്നെ കാമന ഉണ്ടാവില്ല. എനിക്ക് അത് കിട്ടണം ഇത് കിട്ടണം എന്നുള്ള പ്രാർത്ഥന ഉണ്ടാവില്ല. അവിടെ സ്തുതി മാത്രമേ അറിയൂ, പ്രാർത്ഥന അറിയില്ല. പ്രാർത്ഥനയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. പ്രാർത്ഥന ഉണ്ടാവില്ല. പിന്നെ പ്രാർത്ഥിക്കില്ല. പരാഭക്തന് പ്രാർത്ഥന ഉണ്ടാവില്ല. അത് വെച്ചിട്ട് നാളെ തൊട്ട് പ്രാർത്ഥന എല്ലാവരും നിർത്തണ്ട കേട്ടോ. ഞാൻ വലിയ പരാഭക്തരാണെന്ന് നാട്ടുകാരെ കാണിച്ചു കളയാം, അതുകൊണ്ട് പ്രാർത്ഥനയൊന്നും വേണ്ട എന്നല്ല. അവന്റെ സ്തുതി ഉണ്ടാവും, സ്തോത്രങ്ങൾ ഉണ്ടാവും, കീർത്തനങ്ങൾ ഉണ്ടാവും, ഭജനകൾ ഉണ്ടാവും, പൂജകളുടെ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒന്നും ഇങ്ങോട്ട് പ്രാർത്ഥിക്കാനില്ല. എനിക്ക് അത് വേണം ഇത് വേണം എന്ന് ഒന്നും ചോദിക്കാനില്ല. എന്ത് ചോദിക്കാൻ? ആരോടാ ചോദിക്കുന്നത്? എന്തിനാ ചോദിക്കുന്നത്? അന്യനായിട്ടൊരാളുണ്ടെങ്കിലല്ലേ ചോദിക്കുന്നത്. അവിടെ ചോദിച്ചാലോ ഞാൻ ലോകദൃഷ്ടിയിലും ചോദിച്ചാൽ തന്നോട് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. തന്നുള്ളിൽ തന്നെ ഉള്ള ആളോട് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ചില ആൾക്കാർ ഒറ്റയ്ക്ക് വർത്തമാനം പറഞ്ഞ കേൾക്കാറില്ലേ? സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. ഈ അടുക്കളയിൽ പണിയെടുക്കണവർ ആരായാലും ഒറ്റയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ അവിടെ എവിടെയാ വെച്ചത്, ഇതെവിടെയാ വെച്ചത് ഇല്ല. അവിടെ സ്ത്രീ പുരുഷ സ്ത്രീകൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ചിതാന്റെ ദിവസമായി പറഞ്ഞതൊന്നും പറഞ്ഞേക്കരുത്. സ്ത്രീ പുരുഷ വ്യത്യാസം ഒന്നും പറഞ്ഞിട്ടില്ല. അടുക്കളയിൽ പണിയെടുക്കുന്നവരാ പറഞ്ഞത്. ഞാൻ അത് ആ മഞ്ഞൾ എവിടെ വെച്ചു, ഉപ്പ് നമ്മൾ ചോദിക്കും വേറെ ആരോ ഉണ്ടോ അവിടെ നോക്കുമ്പോൾ സ്വയം തന്നെയാണ് ചോദിക്കണം. അതെന്റെ ഒരു സ്വഭാവമാണ്. അവിടെ അനന്യഭാവത്തിലാണെങ്കിലും ചിലപ്പോൾ ചോദ്യം ചെയ്തു എന്ന് വരും, സംസാരിക്കും. അതുപോലെ ചിലപ്പോൾ ചോദിച്ചു എന്നൊക്കെ വരും. അല്ലാതെ വേറൊരാളെന്ന് കണക്കാക്കിയിട്ടൊന്നും പ്രാർത്ഥന ഉണ്ടാവില്ല. പരാഭക്തി എല്ലാം പൊഴിഞ്ഞു പോകും. പരാഭക്തർ ഒന്നും ചോദിക്കാനില്ലാന്നേ. ആരോട് ചോദിക്കാൻ? എന്ത് ചോദിക്കാൻ? ഈശ്വരനോട് എന്താ ചോദിക്കാറുള്ളത്? ഒരു കൊച്ചു കുഞ്ഞിന് അമ്മയോട് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. അമ്മയ്ക്കറിയാം എന്താ വേണ്ടു. കാമനാരഹിതം. അപ്പൊ ആദ്യം ഗൗണീഭക്തിയിൽ അല്ലെങ്കിൽ അപരാഭക്തിയിൽ പല കാമനകളുണ്ടാവും. എനിക്ക് അത് വേണം ഇത് വേണം, എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റിത്തരണം, ഇല്ലേ? ദുഃഖങ്ങൾ മാറ്റിത്തരണം, ജോലി വാങ്ങിത്തരണം. അതൊന്നും സാരമില്ല. ഈ കേസ് ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം. രണ്ടു കൂട്ടരും പോയി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ എന്താ ചെയ്യും? ഈ കക്ഷിയും പോവും ആ കക്ഷിയും പോവും, രണ്ടാളെയും പ്രാർത്ഥന ഒന്നാണ്. കേസ് ജയിപ്പിക്കണേ ഭഗവാനെ. വലിയ പ്രശ്നമാണ് അതൊക്കെ. ഈ കാമനകളൊക്കെ കൊഴിഞ്ഞു പോയി. ഒന്നുമില്ല, ഒരു കാമനയില്ല. കാമനാരഹിതം. 3ാമത്തെ ലക്ഷണം പ്രതിക്ഷണവർദ്ധമാനം. വളരെ ശ്രദ്ധിക്കുക. പ്രതിക്ഷണവർദ്ധമാനം. പ്രതിക്ഷണം
ക്ഷണം ക്ഷണം പ്രതി, ഓരോ ക്ഷണം ക്ഷണം തോറും വർദ്ധിക്കുന്നതാണ് ഈശ്വരഭക്തി എന്നോ ഗുരുഭക്തി എന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ ഭക്തിയുടെ സ്വരൂപം, അനുഭവരൂപമായ ഭക്തി വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷണം വർദ്ധിക്കും. കാരണം ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഓരോ നിമിഷവും കൂടുതൽ 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 നമ്മളെ ഭഗവത് തത്വത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. തൻ്റെ അനുഭവങ്ങളെ മുഴുവൻ നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് മുഖ്യം. എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്, അതാണ് മുഖ്യം. ഒരു ഭക്തൻ അവന്റെ വിലയിരുത്തലുകൾ ഈശ്വര മഹിമയെ ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ ഉദ്ബോധിപ്പിക്കുന്നതായിരിക്കും, കൂടുതൽ കൂടുതൽ. അതുകൊണ്ട് അനുഭവരൂപമായ ഭക്തി കൈവന്നാൽ അത് പ്രതിക്ഷണവർദ്ധമാണ്. ക്ഷണം ക്ഷണം തോറും വർദ്ധിക്കുകയുള്ളൂ, കുറയില്ല, ഒരിക്കലും കുറയില്ല. വിധിവിധാനപരമായ ഭക്തിയിൽ കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും, ഒക്കെ ഉണ്ടാവും. 2 ദിവസം നല്ല ഭക്തി ഉണ്ടാവും, 3-ാമത്തെ ദിവസം ഒന്നും ഉണ്ടാവില്ല, 4-ാമത്തെ ദിവസം വീണ്ടും തുടങ്ങും. അങ്ങനെയൊക്കെയാണ്. കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം ആകുമ്പോഴത്തേക്ക് തുടങ്ങും. പിന്നെ പോയി. വൃശ്ചികം പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ പോയി തുടങ്ങി. പണ്ടൊക്കെ ദിനം 10 വരെ ഉണ്ടാവുമായിരുന്നു, അതുമില്ല. എന്നാലും കുറച്ചൊക്കെ പൊന്തി വരുന്ന നല്ലതാ. അനുഭവരൂപമായ ഭക്തി പ്രതിക്ഷണവർദ്ധമാനം. അതിനേക്കാൾ മറ്റൊരു ലക്ഷണം പറയാണ് അവിഛിന്നം. മുറിയില്ല, വിച്ഛേദമില്ല, അഭംഗുരമായിട്ട് നിരന്തരമായിട്ട്, വിച്ഛിന്നതയില്ലാതെ. വിച്ഛിന്നത എന്ന് പറഞ്ഞാൽ മുറിവ്, ഭംഗമില്ലാതെ ഏകധാരയായ പ്രവാഹം പോലെയായിരിക്കും ഭക്തി. ഒരു ധാരയായിട്ട്, അതിൽ കൂടുതൽ കുറവൊന്നുമില്ല, ബഹളം വെക്കലൊന്നുമില്ല, അവിച്ഛിന്ന. ഇതൊക്കെ പറഞ്ഞിട്ട് പറയാണ് സൂക്ഷ്മതരം. അതെങ്ങനെയാണ് പുറത്ത് ഒരു തരത്തിലും കാണുകയില്ല, കാണിക്കാൻ പറ്റുകയില്ല. സ്ഥൂലല്ല, സ്ഥൂലമായിട്ടുള്ളൊന്നുമില്ല. സ്ഥൂലമായിട്ട് പലതും നമ്മൾ ചില ലിംഗങ്ങൾ, ബാഹ്യ ലക്ഷണങ്ങളൊക്കെ ധരിച്ചു എന്ന് വരാം, വലിയ ഭക്തനാണെന്ന് കാണിക്കാനൊക്കെ. പക്ഷേ അനുഭവരൂപമായ ഭക്തി സൂക്ഷ്മതരമാണ്. വ്യക്തമാണല്ലോ. ഇത്രയുമാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഗുണരഹിതം, കാമനാരഹിതം, പ്രതിക്ഷണവർദ്ധമാനം, അവിഛിന്നം, സൂക്ഷ്മതരം, അനുഭവരൂപം. ഈ ഭക്തി വന്നു കഴിഞ്ഞാൽ പറയാണ് തത് പ്രാപ്യോ, അതിനെ പ്രാപിച്ചാൽ. ആരാ പ്രാപിക്കുക? നേരത്തെ പറഞ്ഞു പ്രകാശതേ ക്വാപി പാത്രേ എന്ന് പറഞ്ഞു, ഏതോ പാത്രത്തിൽ പ്രകാശിക്കുന്നു പറഞ്ഞു. അങ്ങനെ നമുക്കത് വന്നു കഴിഞ്ഞാൽ, ഒന്നും അറിയില്ല, വന്നാൽ തത് പ്രാപ്യോ തദേവാലോകയതി, അതിനെ തന്നെ കാണുന്നു. എവിടെ നോക്കിയാലും ഭഗവത് മഹിമ തന്നെ, ഈശ്വര മഹിമ അല്ലാതെ ഒന്നില്ല. എല്ലായിടത്തും ഭക്തി തന്നെ. ഈശ്വരൻ ഭിന്നമായിട്ടൊന്നില്ല, ഭക്തി ഭിന്നമായിട്ടൊന്നില്ല. തദേവാലോകയതി, എവിടെയും ഭഗവന്മയം. തദേവ ശൃണോതി, അത് തന്നെ കേൾക്കുന്നു. എന്ത് കേൾക്കേണ്ടതെല്ലാം ഭഗവൻ മഹിമ. ഭഗവൻ മഹിമയല്ലാത്ത ഒന്നില്ല. തത്പ്രാപ്യ, ഈ അനുഭവരൂപമായ ഭക്തിയെ നേടിക്കഴിഞ്ഞാൽ തദേവാലോകയതി, അതിനെ തന്നെ കാണുന്നു. പാഠഭേദം തദേവ അവലോകയതി, രണ്ടും അർത്ഥവും തന്നെ. അവലോകനം ചെയ്യുന്നു. തദേവ ശൃണോതി, അത് തന്നെ കേൾക്കുന്നു. കേൾക്കണതൊക്കെ ഭഗവാന്റെ മഹിമ, അവിടെ അന്യമായിട്ടൊന്നും ഇല്ല. അപ്പൊ കരുതി ചോദിക്കും, ആരെങ്കിലും തെറി പറഞ്ഞാലോ, അതും ഭഗവാൻ മഹിമ തന്നെയാണ് ഇല്ലേ? അതെ. നമ്മൾ എന്ത് വേണമെങ്കിൽ വിളിച്ചിട്ട് എന്ത് തെറി വാങ്ങിച്ചാൽ വിളിച്ചോളൂ, ഒരു പരാഭക്തനെ വ്യതിചലിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അതിലെല്ലാം അയാൾ ഈശ്വര മഹിമ തന്നെയാണ് കാണുന്നത്. എല്ലാം ഒരേ. എത്ര അക്ഷരങ്ങളാണുള്ളത്? അത്ര അക്ഷരമല്ലേ ഉള്ളൂ. നല്ലത് പറയാനും ചീത്ത പറയാനും വേറെ വല്ലതും ഉണ്ടോ? അല്ല, കുറച്ച് അക്ഷരങ്ങൾ തെറി പറയാൻ വേണ്ടിയിട്ടുണ്ട്, കുറച്ച് അക്ഷരങ്ങൾ നല്ലത് പറയാനുണ്ട്, അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ ഇല്ല. ഇതിന്റെ വേറെ ചില വിന്യാസങ്ങൾ അത്രയേ ഉള്ളൂ. ഇതിന് മറ്റുള്ളവർ കൽപ്പിക്കുന്ന അർത്ഥം, അല്ലെങ്കിൽ ഈ തെറിവാക്ക് നമ്മൾ പറയണത്, ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഇപ്പൊ എങ്ങനെയാ തെറിയാവണം, എങ്ങനെയാ തെറിയാവുന്നത്? അതൊരു പ്രദേശത്ത് ഒരു അർത്ഥകൽപ്പന ചെയ്താൽ അത് അവിടെ തെറി, അത്രയല്ലേ പറയാൻ പറ്റൂ? അല്ല, എന്താ അഭിപ്രായം? അല്ലാണ്ട് എല്ലായിടത്തും ഒന്നാണോ? ആ ഒരു അർത്ഥകൽപ്പന അവിടെ ചെയ്താൽ ഒരു സമൂഹത്തിൽ, ഒരു പ്രദേശത്ത് അവിടെ അത് ദോഷമായിരിക്കാം, മറ്റൊരിടത്ത് അത് മഹിമായുക്തമായതായിരിക്കാം. അത് പറയാൻ വയ്യ. പ്രാദേശികമായിട്ടുള്ള ഭേദങ്ങൾ, വ്യക്തിയുടെ ഭേദങ്ങളൊക്കെയാണ്, അല്ലാണ്ട് ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാം കേൾക്കുന്നത് ഭഗവാന്റെ മഹിമയാണ്. എല്ലാം കേൾക്കുന്നത് ഭഗവാന്റെ മഹിമയാണ്. എല്ലാം
എല്ലാം കാണുന്നത് ഭഗവാന്റെ മഹിമയാണ്. തദേവ ഭാഷയതി, അതിനെക്കുറിച്ചേ പറയാനുള്ളൂ, വേറൊരു വർത്താനം പറയാനില്ല. എല്ലാ ഈശ്വരകാര്യേ പറയാനുള്ളൂ, എല്ലാം ഭക്തികാര്യേ പറയാം, വേറെ ഒന്നും പറയാനില്ല. എന്ത് പറഞ്ഞാലും എത്തിച്ചേരുക ഭക്തിയിലായിരിക്കും, ഭക്തിവർദ്ധകമായതായിരിക്കും, ഈശ്വരീയമായിരിക്കും. നമ്മൾ സാധാരണ ഈശ്വരീയമായ വർത്തമാനം പറയാൻ തുടങ്ങിയാലും എത്തിച്ചേരുക ഏതെങ്കിലും പരദൂഷണത്തിലോ ഒക്കെ ആയിരിക്കും. ഭഗവാനെ പറ്റി പറയാനായി ഇരിക്കുക, പിന്നെ മെല്ലെ മെല്ലെ പോയി 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 എവിടേക്കാ എത്തുക എന്നറിയില്ല. എന്നാൽ പരാഭക്തന്മാർ നേരെ തിരിച്ചാ, നമുക്ക് രണ്ട് പരദൂഷണം പറയാമെന്ന് പറഞ്ഞ് ഇരുന്നാലും അവർ എത്തിച്ചേരും എവിടെയാ? ഭഗവാന്റെ മഹിമയില്ല. അതേ സംശയമില്ല. അവളാള് ശരിയില്ല കേട്ടോ, മഹാമോശാണ്. അങ്ങനെയാ. എന്താ കഥ അല്ലേ, ഈശ്വരന്റെ മഹിമ ആലോചിച്ച് നോക്കൂ. ഇത്ര നല്ലൊരു അവസ്ഥയിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കി തീർത്തില്ലേ. എന്താ മായാവി, ആരാ ഭഗവാൻ, അവിടുത്തെ ലീലാവിശേഷം എന്താണ്, എന്ത് പറയാനാ തുടങ്ങിയേ? അവളെ കുറ്റം പറയാനാ തുടങ്ങിയത്, പക്ഷെ എത്തിച്ചേർന്നതോ ഭഗവാന്റെ മഹിമ. പിന്നെ അതിലായി, പിന്നെ മറ്റൊക്കെ വിട്ടു, പിന്നെ അവനും പോയി അവളും പോയി, ഭഗവാൻ മഹിമയായി. തദേവ ഭാഷയതി തദേവ ചിന്തയതി, അത് തന്നെ ചിന്തിക്കുന്നു, വേറൊന്നും ചിന്തിക്കാൻ, വേറെ നശിച്ചു പോണ വസ്തുക്കളെ കുറിച്ച് എന്ത് ചിന്തിച്ചിട്ട് കാര്യം? തദേവ ചിന്തയതി. അപ്പോ പ്രകാശതേ ക്വാപി പാത്രേ എന്ന് പറഞ്ഞു, ഏതോ പാത്രത്തിൽ പ്രകാശിക്കുന്നു. പ്രകാശിച്ചാൽ ഇങ്ങനെയാണ്: ഒന്ന് ഗുണരഹിതം, കാമനാരഹിതം, പ്രതീക്ഷണ വർദ്ധമാനം, അവിഛിന്നം, സൂക്ഷ്മതരം, അനുഭവരൂപം. തത്പ്രാപ്യ തദേവ ആലോകയതി, തദേവ ശൃണോതി, തദേവ ഭാഷയതി, തദേവ ചിന്തയതി. എല്ലാ വ്യവഹാരവും അതിൽ ഭിന്നമായിട്ടൊന്നുമില്ല. മണക്കണതും അത് തന്നെ, അത് തന്നെ മണക്കുന്നു, അത് തന്നെ രുചിക്കണം. എന്താ രുചിക്കണത്? എല്ലാം ഭഗവാന്റെ പ്രസാദം, അല്ലാണ്ട് ഒന്നുമില്ല. എന്നാ മണക്കണത്? എല്ലാം ഭഗവാന്റെ മഹിമ, അല്ലാണ്ട് എന്താ? അതിൽ നല്ലത് ചീത്തയൊക്കെ പോയിട്ടുവോ? ഈ നല്ലത് ചീത്തയൊക്കെ പോയി നമ്മൾ എന്താ പറയേണ്ടത്, സുഗന്ധം കത്തിച്ച് വെച്ചാൽ ഭഗവാന്റത്, അല്ലാത്തത് ഭഗവാന്റതല്ല, ആ കാഴ്ചപ്പാടൊക്കെ പോയി. അതൊക്കെ ഉണ്ടായിരുന്നു ഗൗണി ഭക്തിയായപ്പോ. ഗൗണി ഭക്തിയായപ്പോ തിരി കത്തിച്ച് വെക്കുകയായിരുന്നു, ചെന്ന തിരി കത്തിച്ച് വയ്ക്കും, ഒക്കെ ഉണ്ടായിരുന്നു. അത് കൊള്ളാമെന്ന അഭിപ്രായമുണ്ട്. കത്തിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, അത് സന്തോഷം. ഇതെല്ലാം ഭഗവാന്റെ അല്ലാത്ത ഒന്നുമില്ല. സർവം ഖലു ഇതം ബ്രഹ്മ പുരുഷേവ ഇതം സർവം. പിന്നെന്താ? ഇത്രയുമാണ് നാരദീയ ഭക്തി സൂത്രത്തിൽ പരാഭക്തിയുടെ പ്രകരണം. 55 സൂത്രങ്ങൾ. തുടർന്ന് ഗൗണി ഭക്തിയാണ്. ഗൗണി എന്ന് പറഞ്ഞാൽ പരയല്ലാത്തത്. അതെങ്ങനെയൊക്കെയാ, എന്തൊക്കെയാ, അത് നമുക്ക് അടുത്ത പ്രാവശ്യം ആലോചിക്കാം. തൽക്കാലം ഇന്ന് ഉപസംഹരിക്കാം. എന്താ? ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.